നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇത് വോട്ടർ പട്ടികയല്ല, KPCC ഭാരവാഹി പട്ടികയാണ്. KPCC ഭാരവാഹി പട്ടിക വായിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പേര് ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണം. ഭാരവാഹികൾ അവരവരുടെ സ്ഥാനങ്ങൾ ഓർത്തുവെക്കണം. പിന്നീട് മാറിപ്പോയെന്ന് പറയരുത്. ഭാരവാഹി പട്ടിക ടൈപ്പ് ചെയ്താൽ ഒടുവിൽ പുള്ളിയുടെ പരിചയത്തിലുള്ള 4 നേതാക്കളുടെ പേര് കൂടി ചേർത്തെന്നും അതാരെന്ന് കണ്ടെത്താൻ പ്രത്യേക സമിതി അന്വേഷണം തുടങ്ങിയെന്നും. കമ്മിറ്റി വിളിച്ചാൽ ആളെ തിരിച്ചറിയാനായി ജനറൽ സെക്രട്ടറിമാർക്കെല്ലാം പ്രത്യേക നിറത്തിലെ ബാഡ്ജ് നൽകും. ട്രോളുകളുടെ പെരുമഴയാണ്. KPCCക്ക് ജംബോ ഭാരവാഹി പട്ടിക എന്ന് പറഞ്ഞാൽ പോരാ, ജംബോ ജംബോ എന്ന് ആവർത്തിച്ചു പറയേണ്ടി വരും. ഭാരവാഹി പട്ടികയിലെ എണ്ണപ്പെരുക്കമാണ് ട്രോൾ മഴയ്ക്ക് കാരണം. വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 5-ൽ നിന്നും 13ആയി. ജനറൽ സെക്രട്ടറിമാരുടേത് 28-ൽ നിന്നും 59ആയി. അടിയന്തര ഘട്ടത്തിൽ സുപ്രധാന തീരുമാനമെടുക്കാൻ കൊണ്ടുവന്ന രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെ എണ്ണം 32-ൽ നിന്നും 38ആയി. ഇപ്പോൾ തന്നെ സെഞ്ചുറി കടന്ന ഭാരവാഹി പട്ടികയിലേക്ക് ഇനി സെക്രട്ടറിമാരുടെ പട്ടിക കൂടി വന്നാൽ ഡബിൾ സെഞ്ചുറി ആകുമെന്നും അതല്ല ട്രിപ്പിൾ സെഞ്ചുറി ആയാലും അത്ഭുതപ്പെടാനില്ല എന്നുമൊക്കെയാണ് തമാശകൾ നിറയുന്നത്. എന്തിനാവും ഇത്ര വലിയ പട്ടിക KPCC തയ്യാറാക്കിയത്? പാർട്ടിയെ നയിക്കാനുള്ള ടീം എന്നതിനപ്പുറം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള നീക്കമായേ ഇതിനെ കാണാനാവും. ഗ്രൂപ്പ്, മതം, ജാതി, ആൺ, പെൺ, സ്ഥലം തുടങ്ങി സർവ്വ ആവശ്യങ്ങളും പരിഗണിച്ചതാണ് പട്ടിക. പക്ഷേ അപ്പോഴും പരാതി തീരുന്നില്ല എന്നത് മറ്റൊന്ന്. പരമാവധി ആളുകളെ ഉൾപ്പെടുത്തിയുള്ള പട്ടിക എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തുമോ? ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിഷയത്തിൽ ആദ്യ പ്രേക്ഷകനായിരുന്നത് ഗൗതമാണ്, കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, KPCC ഭാരവാഹി പട്ടിക വന്നപ്പോൾ ഈ ട്രോളുകളുടെ പെരുമഴയാണ്. ഇത് വോട്ടർ പട്ടികയല്ല, ഇത് ഭാരവാഹി പട്ടികയാണ്, തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ മട്ടിലൊക്കെയാണ് വരുന്നത്. ഇത്രയേറെ ആളുകളെ അവർ ഉൾപ്പെടുത്തിയത് എല്ലാ തരത്തിലുള്ള പരിഗണനകളും, ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, ഗ്രൂപ്പ് ആയിക്കോട്ടെ, സ്ഥലമായിക്കോട്ടെ, ആൺ പെൺ വ്യത്യാസം, അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടി ഇത്ര വലിയൊരു ജംബോ പട്ടിക ഉണ്ടാക്കിയതുകൊണ്ട് പാർട്ടിക്ക് അത് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടോ? ദോഷമായിരിക്കും ആദ്യം ചെയ്യാൻ പോകുന്നത്. അതെന്താണ് അങ്ങനെ? ഇത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇത് അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് MLA-മാരുടെ ഇതുപോലെ പേര് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒരാലോചിക്കാറോ കിരൺ? എങ്ങനെയാണ് മനസ്സിലായില്ല? ഇത്ര MLA-മാര് വന്നാലെന്നോ? അതോ അങ്ങനെയല്ല, അതെ MLA-മാരുടെ പേര് വരുന്നില്ലേ സ്ഥാനാർത്ഥി പട്ടിക? സ്ഥാനാർത്ഥി പട്ടിക. അങ്ങനെ പറയും. അതന്നെ. അത് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിന് അവരിങ്ങനെ തമ്മിൽ അടിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? അപ്പൊ ഇങ്ങനെ എണ്ണം കൂട്ടി പരിഹരിക്കാനാവില്ല, അതൊരു വിഷയമാണ്. അതന്നെ, കറക്റ്റ്. ശരി, ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ എല്ലാവരെയും ഉൾക്കൊണ്ട ഒരു ജംബോ പട്ടിക, ഈ ജംബോ പട്ടിക എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരിക്കുമോ ഇങ്ങനെ ഒട്ടുമിക്ക നേതാക്കളുടെയും പേരുകൾ അതിൽ ഉൾപ്പെടുത്തി? പക്ഷെ അപ്പോഴും പരാതിക്ക് ക്ഷാമമൊന്നുമില്ല, അത് മറ്റൊരു കാര്യം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. എന്ത് കണ്ടു കാണാനാവോ ഇവർ ഇങ്ങനെ ചെയ്തതെന്നുള്ള മനസ്സിലാകാത്ത. ഇപ്പൊ സാറ് വായിച്ചപ്പോ അത് 10 ആളില്ലതൊക്കെ 32 ആള് പോലെ കത്തതൊക്കെ അയക്കണ്. അപ്പൊ എല്ലാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി കാണാണോ ഇത് എന്നുള്ളതൊരു സംശയം. പിന്നെ മാത്രമല്ല, ഇത്രയും ആളാവുമ്പോ ഒരു ഭാഗത്ത് ഒരു സെക്രട്ടറി, ഒരു പ്രസിഡന്റ്, അല്ലെങ്കിൽ ഒരു 10 പ്രസിഡന്റ്, ഇതൊക്കെ ആവുമ്പോ ഇതുകൊണ്ട് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവും. മുൻ ആള് പറഞ്ഞ മാതിരി ഇപ്പോ സ്ഥാനാർത്ഥി നിർണയം വരാൻ പോണേ ഉള്ളൂ. ആ സമയത്ത് ഇവരെ എന്താക്കും എന്നുള്ളതാണ് സംശയം. അപ്പോ ഇതൊക്കെ ഇറ്റങ്ങളൊരു പെരും കളിയാണ്. കാരണം എന്താ വെച്ചാല്, എങ്ങനെ ചെയ്യണ്ടേ, എങ്ങനെ പെരുമാറേണ്ടതെന്നൊന്നും ആയിട്ടങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ മന്ത്രിയാണെന്നും പറഞ്ഞാണ് ഇങ്ങനെ നടക്കാണ്. അങ്ങനെ നടന്നോട്ടെ അവര്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇവരൊക്കെ ഒന്നിക്കും എന്നുള്ളതാണ് സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ കമാൻഡർ മാത്യു ആണ്. ശ്രീ കമാൻഡർ മാത്യു, താങ്കൾ എങ്ങനെയാണ് ഈ KPCCയുടെ ജംബോ പട്ടികയെ കാണുന്നത്? കിരണ് ദീപാവലി ആശംസകൾ. ഓക്കെ, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. പറഞ്ഞോളൂ. നമ്മുടെ ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും കേട്ടോ. ശരി, ഓക്കെ. ഇനിയിപ്പോ 2 ദിവസം നമ്മളൊന്നും കാണത്തില്ല, അതുകൊണ്ടാ. ഓക്കെ. എന്ത് പറ്റി? 2 ദിവസം ഇല്ലേ? ഇനിയിപ്പോ ദീപാവലി അല്ലേ, ആൾക്കാർക്ക് ബോണസ് ഒക്കെ കൊടുത്ത് നമുക്കൊന്ന് ദീപാവലി ആഘോഷിക്കണ്ടേ? ശരി, ഓക്കെ. എന്തായാലും താങ്കൾ പറഞ്ഞോളൂ.
കിരണ്, ഈ ഒരു കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് കിരണ് ക്ഷമയോട് കേൾക്കണം. ഒന്ന്, ഞാൻ KPCC പ്രസിഡന്റിന് എന്റെ ബയോഡേറ്റ അയച്ചു കൊടുത്തതാ. അത് കഴിഞ്ഞിട്ട് എന്റെ പേര് ഈ ലിസ്റ്റിലില്ല. ഞാൻ രാഹുൽ ഗാന്ധിക്കും KPCC പ്രസിഡന്റും നമ്മുടെ KC വേണുഗോപാലിന് ഇന്നലെ ഇമെയിൽ അയച്ചു, എന്തെങ്കിലും റിപ്ലൈ വേട്ടെങ്കിൽ. കാര്യം ഞാൻ നോക്കിയപ്പം ഈ പഴയ കുറെ മുതുക്കന്മാരെ തന്നെ വീണ്ടും ഈ ഗ്രൂപ്പിലേക്ക് എടുത്തിട്ട് അവിടുന്ന് ഇവിടുന്ന് ആൾത്തൂപ്പാലത്ത് കുറച്ച് 2-3 ചെറുപ്പക്കാരെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇലക്ഷൻ വരുമ്പോൾ ഈ മുതുക്കന്മാര്, KPCC പുനഃസംഘടിപ്പിക്കുന്ന ഈ മുതുക്കന്മാര്, ഇവർക്ക് എന്താണ് കിരൺ, ഇവർക്ക് ജനങ്ങളുമായിട്ട് എന്ത് പ്രതിബദ്ധത ഉള്ളത്? ഈ ഈ ജംബോ കമ്മിറ്റിയില് 50% ആൾക്കാർക്ക് ജനങ്ങളുമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ നോമിനേറ്റഡ് അംഗങ്ങളാണ്. ഇവരെ കൊണ്ട് ഈ ഇന്റർനാഷണൽ കോൺഗ്രസിന് എന്ത് ഗുണമാണ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്? ഈ കഴിഞ്ഞ 10 വർഷം ഇരുന്ന ഇവരെ കൊണ്ട് ഒരു അധികാരം പോലും തിരിച്ചു പിടിക്കാൻ കഴിയാൻ വയ്യാത്ത ഈ കോൺഗ്രസ് പ്രസ്ഥാനത്ത് വീണ്ടും ഈ മുതുക്കന്മാരെയും ഈ പഴയ കുപ്പിയിലെ വീണ്ടും എന്തിനാ വീണ്ടും എടുക്കുന്ന ഇവര്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് ഇവരെ ഈ പ്രസ്ഥാനം കൊണ്ട് ഇവരെന്ത് വിചാരിക്കുന്നത്? ഇത് ഇലക്ഷനും KPCC പുനഃസംഘടനയുള്ള ഇതൊരു അഡ്ജസ്റ്റ്മെന്റ്, വെറും അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവർ കാണിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇത്രയേറെ ആളുകളെ ഉൾക്കൊണ്ട ഒരു പട്ടിക, ഇപ്പോൾ തന്നെ ഭാരവാഹികളുടെ എണ്ണം സെഞ്ചുറി കടന്നിരിക്കുകയാണ്. അത് ഈ കോൺഗ്രസിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മളെ സ്റ്റേറ്റിൽ കാണുമ്പോൾ പുറം സ്റ്റേറ്റിലൊക്കെ അവർ തകർന്നു പോകുന്നതിന്റെ കാരണം ഇതാണ് സാർ. കാരണം ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പബ്ലിക്കില് പ്രശ്നങ്ങളിൽ ഇടപെടാനല്ല അവർക്ക് സമയം. അവരുടെ നേതാക്കന്മാരെ പ്രശ്നം തീർക്കുവാനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം രാജ്യത്ത് നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടാവോ അതിൽ ഇടപെടുകയും അത് പരിഹരിക്കുകയും പരിഹാരം കാണുകയും അതല്ലേ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകൻ. സത്യത്തിൽ KPCC നേതൃത്വത്തിന് ശരിക്കും എവരിലെ പ്രശ്നം തീർക്കുവാനുള്ള സമയമാണ്. ഇപ്പം തന്നെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുവാൻ പോവാണ്. ഈ ത്രിതല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒന്നുകിൽ പാർട്ടി പളരും, അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട നേതാക്കളും മറ്റ് മുന്നണികളിലേക്ക് പോകും. അതുപോലെ തന്നെ ഇവരെ ഘടകകക്ഷികളിൽ തന്നെ പലരും 2022 എവിടെയൊക്കെ നിൽക്കൂ എന്നുള്ള സ്ഥിതി ഇപ്പം വളരെ വഷളാണ്. പക്ഷെ ഇവരിപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തെ നിലനിർത്താനല്ല, ഇവരുടെ നേതാക്കന്മാർക്ക് എവിടെയൊക്കെ സ്ഥാനങ്ങളിൽ ഇരിക്കാം, എവിടെയൊക്കെ എത്താം എന്നൊരു ശ്രദ്ധ. അത് പരിഹരിക്കാനേ KPCC നേതൃത്വത്തിന് കഴിയുന്നുള്ളൂ. അത് ദൗർഭാഗ്യമാണെന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഇനിയെങ്കിലും പഠിക്കേണ്ടത് പബ്ലിക്കാണ് വലുത്. പബ്ലിക്കിനിടയിൽ അവർ ഇമേജ് ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ അവരുടെ പ്രസ്ഥാനത്തിൽ അവർ ഇമേജ് ഉണ്ടാക്കി അവർ സ്ഥാനത്തിരുന്നത് കൊണ്ട് സ്വയം സ്ഥാനത്തിരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. പബ്ലിക്കിന്റെ ഇടയിൽ ഇമേജ് വേണം. ഇതുകൊണ്ടാണ് രാജ്യത്ത് കോൺഗ്രസ് പാടെ തകർന്നു പോയതെന്നാണ് എന്റെ അഭിപ്രായം. ഇനിയും ആ തകർച്ചയിൽ തന്നെ പോയിക്കോട്ടെ കോൺഗ്രസ്. ശരി. ശ്രീ തോമസ് ആണ്, ഇടുക്കിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ തോമസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇത്രയേറെ ആളുകളെ കുത്തി നിറച്ചുള്ള ഒരു ഭാരവാഹി പട്ടിക? ആ പട്ടിക ഈ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? ഇത്ര ആളുകളെ കുത്തി നിറയ്ക്കാണ്ട് അത് പറ്റില്ല സാറേ. കാരണം എല്ലാവരും അതൃപ്തി കാണിക്കും. നമുക്കറിയാലോ, ഈ നാട്ടിലെ ജനത്തോട് അല്ല ഇവർക്ക് കൂറ്. കാരണം ഇതുപോലെ ജനം കഷ്ടപ്പെടുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അടുത്ത ഭരണത്തിൽ വരാൻ ശ്രദ്ധിക്കാതെ അവരാ തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യന് ഈ ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഈ പ്രസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ 90 വയസ്സായ ആളുകൾ വരെ അധികാരം ഇപ്പോഴും വേണമെന്നും പറഞ്ഞൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുക. നമുക്ക് ഈ അബിൻ വർക്കിയെ ഇവിടെ പ്രസിഡന്റാക്കിയ, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കിയ എന്നാർന്ന് തെറ്റ്? അത് നമ്മുടെ രാഷ്ട്രീയക്കാർ, നമ്മുടെ മതത്തിന് വേണ്ടി ഈ പ്രസ്ഥാനങ്ങളെല്ലാം, മതം ആണ് ഇന്നിപ്പോ നമ്മുടെ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ. കാരണം അതിനു വേണ്ടിയാണ് ഇതെല്ലാം വഴുകി കൊടുക്കുന്നത്. അവർ പറയുന്നത് ഒരു ന്യായമായ കാര്യമല്ലേ? കോൺഗ്രസ് പോലെ പ്രസ്ഥാനം എപ്പോഴും ഇത്തരം സമവാക്യങ്ങളൊക്കെ നോക്കാറുണ്ട്. KPCCയുടെയും KSUവിൻ്റെയും അധ്യക്ഷനായി 2 പേർ ഇരിക്കുമ്പോൾ മൂന്നാമതൊരാളെ കൂടി അതേ മതത്തിൽ നിന്ന് തന്നെ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികം കോൺഗ്രസിന്റെ രീതി അങ്ങനെയല്ലേ നേരത്തെ തന്നെ? അങ്ങനെയാണ്. പക്ഷെ എല്ലാം നമ്മൾ പരിഗണിക്കണ്ടേ സാറേ? നമ്മൾ ഈ മതത്തിനടിമ ഇപ്പൊ ഓർത്തഡോക്സ് സഭ പറഞ്ഞേക്കണുണ്ടോ? ഇങ്ങനെ ഓരോ ഞാഞ്ഞൂരും തല പൊക്കും. അപ്പൊ ജനാധിപത്യം പോയിട്ട് മതാധിപത്യമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ വരാൻ പോകുന്നത്. കാരണം മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ ആളില്ല, മതത്തിന് വേണ്ടി സംസാരിക്കാനേ ആളുള്ളൂ. എത്ര അപകടകരമായ അവസ്ഥയാ. മറ്റേ ഇന്ന് BJPയുടെ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പൊ CPM-ഉം മതത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യാസമായി. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ്, പോത്തങ്കോട് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും ആളുകളെ നിറച്ചുള്ള ഒരു പട്ടിക, ഈ പരാതി പറഞ്ഞവർക്കെല്ലാം പേര് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അത് ആളുകൾ പറയുന്ന പേരുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം.
അല്ലെങ്കിൽ മാറിപ്പോകുമെന്നൊക്കെ തമാശകൾ ഇറങ്ങുന്നുമുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആദ്യം ചിരിച്ചോട്ട് പിന്നെ ഇവിടെ കൊണ്ട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ താങ്കള്? ഇവിടെ കൊണ്ട് നിൽക്കില്ലേ, ഇതിപ്പോ ടെമ്പോ തന്നെയല്ലായുള്ളൂ. ഇതൊരു കണ്ടെയ്നർ കഴിഞ്ഞ് പോകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ മുരളീധരൻ പടങ്ങി കിടക്കുകയാണ്. മുരളീധരനെ ഇപ്പൊ തന്നെ 4 പേര് വിളിച്ച്, വേണുഗോപാൽ ഉൾപ്പെടെ എല്ലാവരും വിളിച്ച് 12 മുരളീധരൻ സമ്മേളനത്തിൽ അങ്ങനെ പിണങ്ങി പോയതല്ല. മുരളീധരൻ 1-ാം തീയതി ഗുരുവായൂർ പോകുന്നതിന് വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് അതിൽ പിണങ്ങിയെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. മോഡിച്ചെന്ന് പറയൂ. കേട്ടില്ല. മുരളീധരനെ കള്ളന്മാര് ഒരു അതായത് മുരളീധരൻ കള്ളന്നല്ല, മോട്ടിക്കുന്ന ഏതെങ്കിലും കള്ളന്മാര് ഞാൻ മോടിച്ചെന്ന് പറയുന്നില്ല. അങ്ങനെയല്ല, ഒരു നേതാവ് പിണങ്ങിയില്ലയോ എന്ന് ആ നേതാവല്ലേ തീരുമാനിക്കുന്നത്. ആ നേതാവ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ കഴിയില്ല ആണ് എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ആദ്യം അങ്ങനെ ആയിരിക്കുമെന്ന് പറയാം, പക്ഷെ അയാൾ തന്നെ നേരിട്ട് വന്നതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു. അങ്ങനെയല്ല. താങ്കൾ ഇന്നത്തെ ന്യൂസ് മൊത്തം കണ്ടില്ല. താങ്കൾ പറഞ്ഞല്ലോ ശ്രീ ഉണ്ണികൃഷ്ണൻ, ന്യൂസ് മുഴുവൻ കാണാത്തതല്ല. നമ്മുടെ റിപ്പോർട്ടറും മുരളീധരനുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. നമ്മുടെ റിപ്പോർട്ടർ അടക്കം അദ്ദേഹം നേരിട്ട് പറഞ്ഞത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പിണങ്ങിപ്പോയതല്ല, താൻ ഗുരുവായൂർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, നേരത്തെ തന്നെ അത് അറിയിച്ചാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇപ്പൊ അദ്ദേഹം തിരുത്തി. എങ്ങനെ ഞാൻ ഉടനെ തന്നെ 12 തിരിച്ചിട്ടുണ്ട് അത് പുള്ളിക്കാരെ. അത് അന്നേരം പിന്നെ ഈ കുറച്ച് ചാനലുകളെല്ലാം അങ്ങനെ കാണിച്ചതുകൊണ്ട് അത് മാത്രമാണ് വാർത്ത എന്ന് പറയുന്നത് ശരിയല്ലോ. ചാനലുകളിലൊക്കെ ചിലപ്പോൾ ചില സമയത്ത് വരുന്ന വാർത്തകൾ ചിലപ്പോൾ ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ചിലപ്പോൾ ഇത്തരം രാഷ്ട്രീയ വാർത്തകളൊക്കെ വരാറുണ്ടാവും. ഒരാൾ നിഷേധിച്ചാൽ പിന്നീട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് രീതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ഒരു അവർക്ക് എന്താ പറയണത്, ഇത്രയും ഒരു ചാൻസ് ഉണ്ടായിരുന്നിട്ട് അതിനെ മുതലാക്കാൻ പോലും കഴിയാത്ത ഈ വിഡ്ഢികളെ എന്ത് വിളിക്കണം? ഇവരെ തോപ്പിക്കുന്നത് എവര് തന്നെ എല്ലാ പേരുള്ള ആൾക്കാരും പറയുന്നത് സത്യമല്ലേ? ഈ കവറിട്ടോമാർക്ക് എല്ലാം നേതാവാവണമെന്ന് പറഞ്ഞാൽ എന്ത് നാണക്കേടാണെന്ന് ആലോചിച്ച്. ഇവര് എവിടെയെങ്കിലും 10 വീട്ടിലിറങ്ങി 10 വോട്ട് പിടിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? AC കാറിനകത്ത് നിന്ന് പുറത്തിറങ്ങി ഒരു സമരം ചെയ്യണ കണ്ടിട്ടുണ്ടോ? ഈ യൂത്തന്മാരെന്ന് പറയുന്ന കുറെ പിള്ളേര് പോയി കിടന്ന് അടികളും വാങ്ങിച്ച് ഈ ഉള്ള കാലം മുഴുവനും ഇവര് മരിക്കുമ്പോൾ ഒരു ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ച് ആരെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. എന്നാ ഉടനെ മരുമോളോ മോനോ അല്ല ഈ ഭാര്യയെ കയറി കളയും. അവിടെ യുവമാർക്ക് ചാൻസ് ഇല്ല. യുവമാർക്ക് അടി വാങ്ങിക്കാനും ജയിലിൽ കിടക്കാനും അല്ലാതെ യാതൊരു ഗുണമല്ല. ഇതിൽ നിന്നൊക്കെ ഒരു അറിവ് വേണം. കാര്യം എന്ന് പറഞ്ഞാൽ 2 പേര് പിടിച്ചോണ്ടാണ് ഓരോ നേതാക്കന്മാരെയും പിന്നെ ഇവരെ കൊണ്ടുവന്നൊരു കസേര കൊണ്ടിരുത്തുന്നവരാ. നല്ല നല്ല അന്തസ്സായിട്ടുള്ള പയ്യന്മാരുള്ള ഒരു പ്രസ്ഥാനമല്ലേ ഈ കേരളത്തിൽ തന്നെ. നിങ്ങൾക്കൊരു ഈ കോൺഗ്രസിന്റെ യഥാർത്ഥ നേതാവ് ആരെന്ന് താങ്കൾക്ക് പറയാമോ? എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു തന്നെ. അങ്ങനെ നേതാക്കന്മാരുടെ എണ്ണത്തിലൊന്നും ഒരു ക്ഷാമമുള്ള പാർട്ടിയല്ല. അതല്ല ചോദിച്ചത്, താങ്കൾ ആരെയാണ് മെയിനായിട്ട് കാണുന്ന ഒരാളുടെ? അങ്ങനെയല്ല, ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ ആരാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ മറ്റു ഓരോ പാർട്ടികളിലും ആരാണ് പ്രധാന നേതാവ് എന്നൊക്കെ ചോദിച്ചാൽ പല പല പേരുകൾ പറയേണ്ടി വരില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. എങ്കിൽ ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ പിന്നെ പിണറായി വിജയനാണ് നേതാവ്. ഇടതുപക്ഷത്തിന്റെ നേതാവ് പിണറായി വിജയൻ എന്ന CPM ന്റെ നേതാവ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ അത് ഗോവിന്ദൻ മാഷല്ലേ CPM നേതാവ്? അതെ, ഈ 2 പേരെ പേര് താങ്കൾ തന്നെ പേര് പറഞ്ഞില്ലേ? എങ്കിൽ ഇത് അതുപോലെ 2 പേരെ പേര് ഇതിൽ പറഞ്ഞാണ്. അല്ല, അതിലും അങ്ങനെയാണ് നേതാക്കളെ കാണുന്ന 2 പേരുടെ പേരുള്ള ആരാണ് KPCC അധ്യക്ഷൻ, ആരാണ് പ്രതിപക്ഷ നേതാവ്, അവർ 2 പേരാണ് പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നത്. അങ്ങനെ പ്രധാന നേതാക്കൾ ഒരുപാടുണ്ട് എന്ന് കരുതി അങ്ങനെ പറയാനാവും? എന്റെ പൊന്ന് ബായി, ഈ വൃത്തികെട്ടവന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം പഞ്ചായത്ത് ഇലക്ഷൻ പിന്നെ തുടങ്ങാൻ അങ്ങോട്ട് അടികൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പിന്നെ വാർത്ത കവർ ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടും. നിങ്ങൾ നോക്കിക്കോ, പഞ്ചായത്ത് ഇലക്ഷനും ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. രാമേന്ദ്രനാണ് ഉച്ചക്കടയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാമേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ KPCCയുടെ ഒരു ജംബോ പട്ടിക പുറത്തു വന്നത്, ഇത് ഒരു കമ്മിറ്റിയൊക്കെ കൂടണമെങ്കിൽ സ്റ്റേജിൽ തന്നെ കസേരയിട്ട് കുഴയുമെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഇത് ഈ പാർട്ടിക്ക് ഗുണം ചെയ്യും? പറഞ്ഞോ പറഞ്ഞോ. എനിക്ക് ഇന്ന് ഞാൻ എല്ലാ ദിവസവും ഇത് കാണുന്നതാണ് ന്യൂസ് 18. ഇന്ന് എനിക്കൊരു സമാധാനമുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയും മോളെയും ഒന്നും പറഞ്ഞില്ല. അത് വലിയ സന്തോഷം കേട്ടോ സാർ. അതെന്താണ് ന്യൂസ് 18 പൊതുവേദിയില മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള വിഷയം ഈ അടുത്ത കാലത്തൊന്നും എടുത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് താങ്കൾ അത് പറയുന്നത്? എല്ലാം നിങ്ങൾ ഇരുട്ട വെളുക്കെട്ട് അലക്കയില്ലേ. പക്ഷെ ഇത് ശ്രീ രാമേന്ദ്രൻ ഒന്ന് നിൽക്കൂ. താങ്കൾ അങ്ങനെ വന്നൊരു തെറ്റായ പ്രസ്താവന എടുത്തിട്ട് പോകരുത്. മുഖ്യമന്ത്രിയും മകൾക്കുമെതിരെ ഈ അടുത്ത കാലത്തൊന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയം എടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഈ അടുത്ത കാലത്തൊന്നും ന്യൂസ് 18 പൊതുവേദിയിൽ ആ വിഷയം എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾ പെട്ടെന്ന് എല്ലാ ദിവസവും ഇന്ന് വിഷയം മാറിയതിൽ താങ്കൾക്ക് എന്തൊരു വലിയ സന്തോഷം എന്നൊക്കെ പറയുന്നത്? ഇപ്പം കിരൺ സാറൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടൂല. നിങ്ങൾ മെയിനായിട്ട് കാസർഗോഡ്
കാസർഗോഡുള്ള ആൾക്കാര് അല്ലാത്ത ആൾക്കാരല്ലേ കിട്ടുള്ളൂ. ഞങ്ങളെ പോലെ പാവങ്ങളെ വിളിച്ചാൽ കിട്ടൂലല്ലോ സാർ. ഇതുപോലെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഞങ്ങളല്ലാതെ ആരെയും അവിടെ വിളിച്ചു നിർത്തിയ ആളുകളെ വിളിക്കുന്നൊന്നുമല്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, എന്തിന് വിദേശത്ത് നടക്കാൻ നമ്മളെ വിളിക്കുന്ന ആളുകളുണ്ട്. അത് ഞാൻ കണ്ടോണ്ടിരിക്കല്ലോ സാർ. അല്ല, അത് താങ്കളെ ഒഴിവാക്കുന്നതാണ്. ഞങ്ങൾ എല്ലാ ദിവസവും ചർച്ച ചെയ്ത് വേറെ വിഷയമാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞത് ശരിയാണ്. സർക്കാരിനെ കുറ്റം പറയുന്നു, ദേവസ്വം ബോർഡിനെ കുറ്റം പറയുന്നു. ദേവസ്വം ബോർഡിനെ കുറ്റം കുറ്റം പറയണ്ടേ? കുറ്റം പറയണം സാർ. അത് ആവശ്യം. ഈ ജനങ്ങളെ കോടാനോ കോടി ജനങ്ങളെ കേൾക്കല്ലേ. അതിനെന്താ കോടാനുകോടി ജനങ്ങൾ കാണുകയല്ലേ കാര്യങ്ങളൊക്കെ? അതെ, അത് ഉള്ളതും ഇല്ലാത്തതൊക്കെ അതിൽ കേൾക്കുന്നതും പറയുന്നതും. അപ്പൊ താങ്കൾ ഉള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ. ഈ ജംബോ സർക്കസ് എന്ന് പറയും പോലെ ഇതൊക്കെ പിണറായി വിജയനെ കുറെ കാലം കൊണ്ട് ഇറക്കാൻ വേണ്ടി ഇവരൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കൂല സാർ. താങ്ക് യു. ശരി, ഓക്കെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പരാതി എങ്ങനെയൊക്കെ പറയുന്നു എന്നാണ്. പക്ഷേ എൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാതി പറയുന്നത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ അത്ര ഒരു വിഷയം നമ്മുടെ പൊതുവേദി ചർച്ചയിലേക്ക് തന്നെ വന്നിട്ടില്ല. പക്ഷേ ആളുകൾ ഓരോരുത്തരും ഇങ്ങനെ അവരവരുടെ പാർട്ടിക്ക് എതിരാണ് എന്നുള്ളത് ഓരോ പാർട്ടിക്കാരും ധരിക്കും. എന്തായാലും നല്ലതാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ ജംബോ കമ്മിറ്റിയെ വിലയിരുത്തുന്നത്? ജംബോ കമ്മിറ്റി എന്നല്ല വിളിക്കുന്നുണ്ട്, ജംബോ സർക്കസ് വിളിക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ? എത്ര മേള ഇത് എണ്ണ എടുത്ത് വെച്ചാൽ പോലും അറിയില്ല. കാൽക്കുലേറ്റർ കൊണ്ടുവരും എത്ര പേരുണ്ടെന്ന്. അതന്നെ ബീഹാറിൽ ഇതുവരെ അടിമാറിയിട്ടില്ല. അവിടെ ഇലക്ഷൻ എടുക്കാറായി. അത് തന്നെ ഇവര് തന്നെ കൊണ്ട് കളയും, നാശിപ്പിക്കല്. ഒരു 30 വർഷത്തിന് ശേഷം ഈ കോൺഗ്രസ് ഇതുപോലെ ആയിപ്പോയിട്ടില്ല. എന്താ പോലെ തീർന്നില്ലാണ്ടായി പോകുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ അടി തീർന്നിട്ട് സമയമുണ്ടോ അതിന്? ഇപ്പൊ സഭയൊക്കെ ഇടപെട്ടു, അവരുടെ മക്കളാണെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ മകനും അബിൻ വർക്കിയൊക്കെ ഇവര് കണ്ടോണ്ടിരിക്കല്ലേ. ഇവര് തന്നെയാണ് ഇവരെ ഇല്ലാണ്ടാക്കുന്നത്, വേറെ ഒന്നുമില്ല സംഭവം. ശരി, ശ്രീ പാർത്ഥസാരഥിയാണ്, ഹരിപ്പാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പാർത്ഥസാരഥി, താങ്കൾ എങ്ങനെയാണ് ഈ ജംബോ കമ്മിറ്റിയെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അതെ, എന്റെ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ എന്റെ അറിവിൽപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ ഔദ്യോഗിക പദവിയിൽ വന്നിട്ടുണ്ട്. സെക്രട്ടറിയായിട്ട് ഇന്ന് അറിയപ്പെടുന്ന കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം സെക്രട്ടറി സ്ഥാനത്തേക്ക് എടുക്കുമ്പോൾ എവിടുന്ന് ആൾക്കാരെ കൊണ്ടുവരുന്ന അറിയില്ല. എന്തായാലും ഇത്രയും വലിയൊരു കമ്മിറ്റി, ഇവരൊരു മീറ്റിംഗ് കൂടണമെങ്കിൽ എവിടെ വെച്ച് കൂടുന്നത്? എന്താണ് ഇപ്പോൾ ഇതിന്റെ ഈ ജംബോ കമ്മിറ്റി വെച്ചത് ഇലക്ഷന്റെ രക്ഷത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പം നിയമസഭ ഇലക്ഷൻ വരട്ടെ, അത് ഇതിലും കൂടുതൽ അടിയായിരിക്കും. അടിച്ചടിച്ചവന്മാർ തമ്മിൽ പിരിയത്തേയുള്ളൂ. യുവമാർ ഒരു കാലത്തും നന്നാകാൻ പോകുന്നില്ല ഈ കോൺഗ്രസ് പ്രസ്ഥാനം. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ സാറേ, ഞാൻ കാര്യം എന്റെ ചെറുപ്പകാലത്ത് കെ വിശ്വനാഥനായിരുന്നു KPCC പ്രസിഡന്റ്. കെ വിശ്വനാഥൻ. അന്ന് 3 പേരായിരുന്നു സെക്രട്ടറി. ആന്റണി ഏറ്റവും പ്രായം കുറഞ്ഞ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി. അന്ന് 3 പേരായിരുന്നു ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നത്. കെ വിശ്വനാഥനായിരുന്നു KPCC പ്രസിഡന്റ്. കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ നേതാക്കന്മാരും അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്, കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാം അറിയും. ഇന്ന് അവിടുന്ന് വന്നവനും ഇവിടുന്ന് കയറി വന്നവനും ഒക്കെ സെക്രട്ടറി സ്ഥാനം കൊടുക്കും, മറ്റേ സ്ഥാനം കൊടുക്കും. ഇപ്പൊ പിടിക്കാമെന്ന് ചോദിച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ കിട്ടി എവിടെ കിട്ടാനാവും നമുക്ക്? യവന്മാരും തമ്മിലടിച്ച് അടുത്ത ഇലക്ഷന്റെ സീറ്റ് സാറം നോക്കിയോ, ഒരെണ്ണവന്മാർ നേരെയാൻ പറ്റില്ല. ഇവർക്ക് 10 സീറ്റ് പോലും അടുത്ത പ്രാവശ്യം കിട്ടാൻ പോകുന്നില്ല. ഇതാണ് ഈ കോൺഗ്രസിന്റെ പ്രസ്ഥാനം വരാൻ പോകുന്നത്. നല്ല സാർ നോക്കിയോ, ഇതൊരിക്കലും ഇതുപോലൊരു കമ്മിറ്റി ഉണ്ട്. അവിടെ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇന്ത്യയിൽ മുഴുവൻ എടുത്താൽ തന്നെ ഇത്രയും മെമ്പേഴ്സിന്റെ ആവശ്യമില്ല. ഇതാണ് ഈ ജംബോ കമ്മിറ്റി ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ചന്ദ്രൻ നായർ, ഇത്രയേറെ വലിയൊരു കമ്മിറ്റി കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു പരാതി പറഞ്ഞ എല്ലാ ആളുകളെയും ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാ തരം ആളുകളെയും, ഇനി ജാതിയാണോ മതമായിക്കോട്ടെ ഗ്രൂപ്പായിക്കോട്ടെ നേതാക്കളുടെ നോമിനി ആയിക്കോട്ടെ, അതെല്ലാം ഉൾക്കൊണ്ടതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു കമ്മിറ്റി വെക്കുന്നത് ആ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? കിരൺ സാറ് പറഞ്ഞതാണ് എന്റെ ശരി. അതായത് എല്ലാവരെയും ഉൾപ്പെടുത്തിയാൽ ഒരു പരിധി വരെ പരാതികൾ തീരാൻ സാധ്യതയുണ്ട്. അതിലുപരി എന്താണെന്ന് വെച്ചാൽ, എന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ, പരസ്പരം വിഴുപ്പലക്കാതെ അവര് സ്വയം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഇനിയും ഗുണമുണ്ട്, ഗുണം പിടിക്കും സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കളുടെ പാർട്ടിയുടെ ഭാരവാഹി പട്ടികയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിങ്ങനെ ജംബോ പട്ടിക കുറയ്ക്കണം എന്നൊക്കെ എല്ലാ കാലത്തും പറയും. പക്ഷേ വന്ന് ഓരോ തവണയും എണ്ണം കൂടി ഇപ്പോൾ ജംബോ എന്ന് ആവർത്തിച്ച് പറയേണ്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്താണ് താങ്കൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരണേ. നമസ്കാരം. ജംബോ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഈ പാർട്ടിയുടെ നേതാക്കന്മാർ ചിന്തിക്കണം. ഇവിടെ പുറത്ത് നിൽക്കുന്ന എത്രയോ യോഗ്യരായ ആൾക്കാരുണ്ട്. ഇത് അകത്ത് ഉള്ള
ഓരോരുത്തർക്കും 4ഉം 5ഉം സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നതാ. അതൊക്കെ മാറ്റണം. ഇവരെ ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പുനഃപരിശോധന നടത്തണം. എങ്ങനെ ഒരു MP-ക്ക് ഒരേ സമയം ഒരു MP ഒരു MLA ആയിട്ട് ഇരിക്കാൻ കഴിയുമോ എന്ന് കൂടെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ആൾക്കാർ ഒരുപാട് കുറയും. ഈ ജംബോ പാർട്ടി കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് എല്ലാം ഉൾപ്പെടുത്തി ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ഇത് ഉൾപ്പെടുത്തി എടുക്കണം. നല്ല നല്ല ചെറുപ്പക്കാരായ ആൾക്കാർ ഇതിൽ നിൽപ്പുണ്ട്. അടികൊള്ളാനും ചീത്ത വിളി കേൾക്കാനും വെയിൽ കൊള്ളാനും മാത്രമായിട്ട് ഒരുപറ്റം ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് 4ഉം 5ഉം സ്ഥാനങ്ങൾ കൊടുക്കുന്നതിന്റെ എന്താ ഉദ്ദേശം? ഇതാണ് ഈ കോൺഗ്രസിന് ഏറ്റവും വലിയ അധപ്പതനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് എന്ന് മാറുന്നോ അന്നേ ഈ കോൺഗ്രസ് രക്ഷപ്പെടത്തുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. മൊയ്തീൻ കുഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ്. സന്തോഷാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഈ ജംബോ പട്ടികയൊക്കെ വരുമ്പോൾ ഒരുപാട് നേതാക്കന്മാർ വരുന്നു, ഇനി അവരെല്ലാവരും മുന്നിൽ നിന്ന് പ്രവർത്തിക്കും, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ട് പാർട്ടി ശക്തിപ്പെടും, അങ്ങനെ നമുക്ക് കരുതാനാവുമോ? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. പിന്നെ അത് ആ പാർട്ടിയുടെ ഒരു കാര്യമല്ലേ, അവരെ വഴിക്ക് വിടുക. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടല്ലോ. നമ്മളെ ഈ ഒരു പാർട്ടി അവര് ജംബോ പട്ടികയാക്കുവോ ചെറിയ പട്ടികയാക്കുവോ എന്ത് ചെയ്താലും അത് ആ പാർട്ടിയുടെ കാര്യം. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് നോക്കിയാണ്. എനിക്കത് ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് തോന്നുന്നില്ല. ശരി, താങ്കൾക്ക് അത് ചർച്ച ചെയ്യേണ്ട വിഷയമായി തോന്നുന്നില്ല. പക്ഷെ സാധാരണ നമുക്ക് ഒരുപാട് വിഷയങ്ങള് നമുക്ക് ഇപ്പൊ ചർച്ച സന്തോഷ്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് താങ്കൾ അംഗീകരിക്കുമല്ലോ. കേരളത്തിലെ ഒരു പാർട്ടിയാണ്, അതൊരു പ്രധാന പാർട്ടി തന്നെയാണല്ലോ. അങ്ങനെ ഒരു പാർട്ടിയുടെ തലപ്പത്തേക്ക് ഇത്രയധികം ഭാരവാഹികൾ വരുമ്പോൾ അത് ചർച്ചയാവുന്നത് സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ സമ്മേളനം നടക്കുന്നു, പുതിയ ഭാരവാഹികൾ വരുന്നു, ജില്ലാ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങൾ മുതൽ വാർത്തയാവാറില്ലേ? അതിനാരാണ് അത്? ആ പാർട്ടിയുടെ കാര്യമല്ലേ, അവരാരെങ്കിലും തീരുമാനിച്ചോട്ടെ എന്നാണോ കരുതുന്നത്? അങ്ങനെയല്ലല്ലോ. ആളുകൾക്ക് ഈ സമൂഹമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ആര് ഭാരവാഹിയെ വരുന്നു, എത്ര പേർ വരുന്നു, ഇതൊക്കെ സമൂഹം ചർച്ച ചെയ്യും. അതെ, അത് കുഴപ്പമില്ല. എങ്കിലും അവർ ആ പാർട്ടിയുടെ കാര്യത്തിന് വിട്ടേക്കുക. അവര് പാർട്ടിയിലുള്ള ചെയ്തോട്ടെ, നമ്മൾ ചർച്ച ചെയ്യരുതെന്ന് പറയുന്നത് ശരിയല്ല. ഏത് പാർട്ടിയായാലും ചർച്ച ചെയ്യും. ഇപ്പോൾ കെ സുരേന്ദ്രൻ മാറി, രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ കെ സുരേന്ദ്രനെ മാറിയതാണോ മാറ്റിയതാണോ, അദ്ദേഹത്തിന്റെ വിഭാഗത്തെ വെട്ടിയൊതുക്കിയോ, അങ്ങനെയൊക്കെ ചർച്ചകൾ വന്നില്ലേ? അത് ഏത് പാർട്ടിയായാലും അത്തരം ചർച്ചകളൊക്കെ വരും. CPM-ൽ അങ്ങനെ എത്രയോ ചർച്ചകൾ വരുന്നു. അതെല്ലാം സ്വാഭാവികമായി ഉണ്ടാവുന്നതല്ലേ? അല്ല, നമുക്ക് കോമൺ ആയിട്ട് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താലേ കോൺഗ്രസിന്റെ ചർച്ച ഒരു മോശപ്പെട്ട കാര്യമാണോ? അത് ഒരു പാർട്ടിയുടെ മാത്രം ഒരു ചർച്ചയല്ലേ നമ്മൾ എടുക്കുന്നത്. ഏത് വിഷയം എടുത്താലും അതിൽ ബാധിക്കുന്ന ആളുകളുടെ എണ്ണം കുറച്ചായിരിക്കില്ലേ? എല്ലാവരെയും കൂടെ ഒരുമിച്ച് ബാധിക്കുന്ന വിഷയമാണോ എല്ലാം? അല്ലല്ലോ. അല്ല, എങ്കിലും അത് ആ പാർട്ടിക്ക് വിട്ടേക്ക്. ആ പാർട്ടി അങ്ങനെ പോട്ടെ. ശരി, താങ്കൾ കോൺഗ്രസ് പ്രവർത്തകനാണോ? കോൺഗ്രസ് പ്രവർത്തകനാണോ? അല്ല അല്ല അല്ല. ശരി, ഓക്കെ. ഞാനൊരു BJP പ്രവർത്തകനാണ്. എന്താണ്? ഞാനൊരു BJP പ്രവർത്തകനാണ്. BJP പ്രവർത്തകനാണല്ലേ? BJP പ്രവർത്തകനാണ്. അപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇത്രയേറെ ആശങ്കയുള്ളത്? അതുകൊണ്ടല്ലേ ഞാൻ അവർക്ക് വിട്ടേക്ക് പോന്നു. ശ്രീ റഷീദാണ്, കൊയിലാണ്ടിയിൽ നിന്നാണ്. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇത് പാർട്ടി കോൺഗ്രസ് ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മതേതര ജനാധിപത്യ പാർട്ടി. ഒരുപാട് ഘടകങ്ങൾ ഒത്തുവരേണ്ടതായിട്ടുണ്ടാവും. ഒരു നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ, ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ തീർപ്പാക്കേണ്ട എല്ലാ സംഗതികളും ഒത്തുതീർപ്പാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നേതാക്കളുടെ നീണ്ട നിര കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അത്രമാത്രം നേതാക്കളുള്ള ഒരു പാർട്ടിക്ക് ഈ രീതിയിലേ ചെയ്യാൻ കഴിയൂ. അത് ജംബോ എന്നൊക്കെ നിങ്ങൾ ആര് പേരിട്ടാലും അത് സൂപ്പർ ജംബോ ഒക്കെ ആയി വരും. അത് സ്വാഭാവികമാണ്. ഇന്ന് മാധ്യമങ്ങളിൽ ഉച്ചവരെ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തി മുരളീധരനാണ്, അല്ലേ? രാവിലെ മുതൽ കേൾക്കുന്നു മുരളീധരൻ ചുണങ്ങുന്നു, മുരളീധരൻ ഇടഞ്ഞു നിൽക്കുന്നു, മുരളീധരൻ എന്തെല്ലാം എഴുതി പിടിപ്പിക്കുന്ന എന്തെല്ലാം കഥകളായിരുന്നു. ഉച്ച കഴിഞ്ഞതോടുകൂടി ഇത് മാറിയില്ലേ? മുരളീധരൻ പറഞ്ഞ് ഞാൻ സാധാരണ എല്ലാ മാസവും ഞാൻ ആദ്യത്തിൽ ഗുരുവായൂരിൽ പോകുന്നതാണ്. അത് പോയി. നമ്മുടെ ചാനലിൽ കണ്ടിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു.
ഞങ്ങളുടെ ചാനൽ കൃത്യമായി തന്നെ വാർത്ത നൽകിയിരുന്നു. തൻ്റെ ഗുരുവായൂരിൽ താൻ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിലെ പുനഃസംഘടനയുമായിട്ടുള്ള ഏതെങ്കിലും തർക്കവുമായി താൻ ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ വിവരം തന്നെയാണ് ന്യൂസ് 18 നൽകിയത്. ഇനി മറ്റ് ചാനലുകൾ നൽകിയ വാർത്തയുടെ ഉത്തരവാദിത്തത്തിൽ എനിക്ക് തൽക്കാലം പറയാൻ നിർവാഹമില്ല. നമ്മൾ അദ്ദേഹത്തെ തന്നെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടാണ് നമ്മൾ എന്താണ് താങ്കൾ വരാത്തത്, മാറി നിൽക്കുന്നതാണോ എന്നുള്ള വിഷയം ചോദിച്ചിട്ടാണ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതെ, എല്ലാ വാർത്താ ചാനലുകളും ഇത് തന്നെയായിരുന്നു വർത്തമാനം. എല്ലാ വാർത്താ ചാനലിനും പറയരുത്. അതാണ് ഞാൻ പ്രത്യേകമായി ശ്രീ റഷീദിനോട് പറഞ്ഞത്. ഏതാണ്ട് എല്ലാ ചാനലുകളും എന്ന് ശ്രീ റഷീദ്, ഞാനിപ്പോൾ ന്യൂസ് 18 നിൽക്കുമ്പോൾ ന്യൂസ് 18 ചാനൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നേരെ തിരിച്ചാണ്. താൻ അവിടെ പങ്കെടുക്കാത്തതിനോ ഗുരുവായൂരിൽ നിൽക്കുന്നതിനോ ഈ പറഞ്ഞ പുനഃസംഘടനയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്ന് പറഞ്ഞത് കെ മുരളീധരൻ തന്നെയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു, അദ്ദേഹം തന്നെ ആ മറുപടി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ ആ വാർത്ത കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. മറ്റു ഏതെങ്കിലും ചാനലുകൾ മറ്റു രീതിയിൽ കൊടുത്തു എന്ന് കരുതി അതാണ് വാർത്ത, അതാണ് ശരി എന്നൊക്കെ പറയാൻ കഴിയുമോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആരും ഇത് കണ്ട് പണിക്കേണ്ടതില്ല. കോൺഗ്രസിൽ ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നല്ല, അത് താൽക്കാലികമായി ഉണ്ടാവും. അത് ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ പറയാറില്ലേ, അത് താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ റഷീദ്, ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്നും. ശ്രീ ബിനോയ്, എന്തായാലും താങ്കളുടെ പാർട്ടിയുടെ ഭാരവാഹികളുടെ ലിസ്റ്റ് വരുമ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു താങ്കളുടെ പരിചയക്കാരൊക്കെ ഒരുപാട് പേർ ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ ഇത്ര വലിയൊരു ലിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നാണോ? നമസ്കാരം കിരൺ. അതിനെന്താ കുഴപ്പം? ഭാരവാഹികൾ ഇത്രയും വന്നതിന് ആർക്കാ കുഴപ്പം? അല്ല, കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം. സാധാരണഗതിയിൽ ഒരു പാർട്ടിക്ക് ഇത്രയേറെ ഭാരവാഹികൾ എന്ന് പറയുന്നതിന് ജംബോ കമ്മിറ്റി എന്നും പ്രവർത്തനം അങ്ങനെ കാര്യക്ഷമമായി നടത്താൻ കഴിയില്ല എന്നും ഒരു കമ്മിറ്റി പോലും നേരെ ചൊവ്വേ കൂടാൻ കഴിയില്ല എന്നും ഒക്കെ പറഞ്ഞത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള മുതിർന്ന നേതാക്കളാണ്. അവരങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതെന്താണ് താങ്കൾക്ക് ഓർമ്മയില്ലാത്തത്? ജംബോ കമ്മിറ്റിക്കെതിരെ എടുത്ത നിലപാടുകൾ ഇപ്പോഴും നിൽക്കുന്ന ഈ തൊട്ടു മുമ്പിരുന്ന KPCC പ്രസിഡന്റും അതിനു മുമ്പിരുന്ന KPCC പ്രസിഡന്റും ഒക്കെ പരസ്യമായി തന്നെ പറഞ്ഞത് ഇപ്പോഴും അവരുടെ വാക്കുകൾ തന്നെ ഉള്ളത് ഇപ്പോഴും ചാനലുകളുടെ ഒക്കെ ലൈബ്രറിയിൽ ഉണ്ടാവുമല്ലോ. കിരണ വാക്കുകൾ പറയും, ഇത് കോൺഗ്രസ് ആണ്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അല്ല, താങ്കൾ അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങളല്ല പറഞ്ഞത് കുഴപ്പമുണ്ടെന്നും. ജംബോ കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ ചൊവ്വേ ഒരു കമ്മിറ്റി കൂടാൻ പോലും കഴിയില്ല, ആ അവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞത് അങ്ങനെ ആധികാരികമായി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ KPCCയുടെ മുൻ പ്രസിഡന്റുമാർ തന്നെയാണ്. അത് കുറയ്ക്കണം, ജംബോ ആവരുത്, ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിരുന്നു. ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകനായ താങ്കൾ ഇത് മറ്റുള്ളവരുടെ കുറ്റമാണ് എന്നുള്ള മട്ടിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇതാണ്. കിരണ, ഇത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനം. ലോകത്തെ, ഇന്ത്യയിലല്ല, താങ്കൾക്ക് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ്. അത് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കുക. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനത്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതായത് എനിക്ക് വേണമെങ്കിലും പറയാം, ഇത്രയും കമ്മിറ്റി എടുത്തത് ശരിയായില്ല, അത് നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. താങ്കൾ BJP അറിയാവോ? BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അറിയാവോ താങ്കൾക്ക്? താങ്കൾ പറഞ്ഞോളൂ. അല്ല, താങ്കൾക്ക് BJP എന്ന രാഷ്ട്രീയ പാർട്ടി അറിയാം? എനിക്ക് BJP എന്ന രാഷ്ട്രീയ പാർട്ടി അറിയാതെ ഞാനിവിടെ നിൽക്കില്ലല്ലോ. പിന്നെ അറിയാവോ എന്ന് ചോദിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് ഉത്തരം കിട്ടിയിട്ട് മാത്രം മറുപടി പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. താങ്കളെ CPM-നെയും CPI-യെയും എന്ന് ഒക്കെ നമ്മളെ പാർട്ടിയായിട്ട് താരതമ്യപ്പെടുത്തും, മീൻസ് കോൺഗ്രസ്. കാരണം BJP-യുടെ ഇന്നത്തെ കേരളത്തിലെ ഘടകത്തിന്റെ എണ്ണം നിങ്ങൾക്ക് അറിയാമോ? ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുക. ശ്രീ ബിനോയ്, ഞാൻ സംശയം ചോദിച്ചോട്ടെ, BJP-ക്ക് ഇത്രയധികം ജനറൽ സെക്രട്ടറിമാർ, ഇത്രയധികം വൈസ് പ്രസിഡന്റുമാർ ഉണ്ടോ? ഉണ്ടല്ലോ. അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ താങ്കൾ എടുത്തിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ കാര്യമല്ല ചോദിച്ചത്, സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ എണ്ണമാണ് ഞാൻ ചോദിച്ചത്. സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ 163 23, അതായത് 184 കക്ഷികളുള്ള കേരളത്തില് കോൺഗ്രസിന്റെ 4/1, അതായത് 10-1 ബിനോയ്, അതൊന്നും അല്ല ചോദിച്ചത്. എന്റെ ചോദ്യം, കോൺഗ്രസിനെ പോലെ 59 ജനറൽ സെക്രട്ടറിമാർ BJP-ക്ക് ഉണ്ടോ? BJP നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അവരുടെ മെമ്പർഷിപ്പ് അല്ലല്ലോ ഇന്ത്യയിൽ. അതെന്തോ ആയിക്കോട്ടെ, താങ്കൾ തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. എന്റെ അറിവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ CPM-നും CPI-ക്കും ആണെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ അവർക്ക് ഒരു സെക്രട്ടറി, ഒരു ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ദേശീയ തലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഞാൻ പറയട്ടെ, കേരളത്തിന്റെ അവസ്ഥ, കേരളത്തിൽ എന്തായാലും കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയാണല്ലോ CPM. കേരളത്തിൽ എന്തായാലും കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയാണല്ലോ CPM. ആ പാർട്ടിക്ക് എത്ര ഭാരവാഹികളുണ്ട്? കേരളത്തിൽ കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയാണ് CPM എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. താങ്കൾക്ക് വിശ്വസിക്കാൻ നമ്മൾ എങ്ങനെയാണ് കണക്കെടുക്കുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു, അവർക്ക് ആകെ എത്ര വോട്ട് കിട്ടി? CPM എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു, അവർക്ക് ആകെ എത്ര വോട്ട് കിട്ടി? ഇത് കണക്കാക്കിയാണല്ലോ ഒരു പാർട്ടിയുടെ എണ്ണം വോട്ടിന്റെ കണക്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പും അവരുടെ പാർട്ടി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് പാർട്ടി മെമ്പർഷിപ്പ് നോക്കിയിട്ടാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ളത് കേരളത്തിൽ കൂടി. ഞങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഇങ്ങനെയാ കിരണേ, കേരളത്തിലല്ല. ഞങ്ങളെയും CPM-നായിട്ട് താങ്കൾ താരതമ്യപ്പെടുത്തല്ലേ? ഞാൻ പറഞ്ഞത് താങ്കൾ വിഷയത്തിൽ നിന്ന് മാറാതെ കേരളത്തിന്റെ കാര്യം മാത്രം എടുക്കുക. കേരളത്തിന്റെ കാര്യം മാത്രം എടുത്താൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ CPM-ഓ CPI-ഓ മുസ്ലിം ലീഗോ കോൺഗ്രസ് BJP അങ്ങനെ എല്ലാവരെയും എടുത്തോളൂ. ആ പാർട്ടികളൊക്കെ എടുത്താൽ ആ പാർട്ടികൾക്കൊന്നും ഇത്ര വലിയ ജംബോ കമ്മിറ്റി ഭാരവാഹി പട്ടികയില്ല. അതൊരു യാഥാർത്ഥ്യമല്ലേ? അല്ലെങ്കിൽ ഞങ്ങളുടെ രീതി ഇങ്ങനെയാണെന്ന് താങ്കൾക്ക് പറയാം. പക്ഷെ മറ്റുള്ള പാർട്ടികളുമായി താരതമ്യം ചെയ്യാൻ പോയാൽ താങ്കളുടെ വാദങ്ങളൊന്നും നിലനിൽക്കില്ല. ഹലോ, News 18 പോലെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ്, അതുപോലെയാണ് റിപ്പോർട്ടർ ചാനല്. നിങ്ങൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ചാനലല്ലേ News 18 എന്ന് പറയുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് മറ്റു പാർട്ടികളുമായി കേരളത്തിന്റെ അവസ്ഥയിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാ ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് അതിനെ അംഗീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അംഗീകരിക്കുന്നില്ല. ഒരു 10 സെക്കൻഡ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കിരൺ, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യമുള്ള ഒരു ഇതാണ്. ഇതിനകത്ത് ജാതി, മതം, സമുദായം എല്ലാം പരിഗണിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര അംഗങ്ങളെ ആവാമെന്നൊന്നും പാടില്ല. ഇതൊരു ഫ്ലെക്സിബിലിറ്റി ഉള്ള പാർട്ടിയാ. അതുകൊണ്ട് എല്ലാവരെയും പരിഗണന ലിസ്റ്റിൽ എടുത്തുകൊണ്ട് ജൂനിയർ നേതാക്കളെയും സീനിയർ നേതാക്കളെയും മഹിളകളെയും അതേ കണക്ക് തന്നെ SC SCയും അങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് വല്ല സദ്ദാം ഹുസൈന്റെയോ ഹിറ്റ്ലറുടെയോ മുസോളിനിയുടെയോ പിണറായി വിജയന്റെയോ ഒന്നും പാർട്ടിയല്ല. ഇത് ലോകത്ത് ജനാധിപത്യം ഇപ്പോഴും അവകാശപ്പെടുന്ന ജനാധിപത്യം ഉണ്ട് എന്ന് ലോകം പറയുന്ന ഒരു പാർട്ടിയിൽ 10 പേരെ വെക്കാനുള്ളപ്പോൾ ചിലപ്പോൾ 20 പേരാവും. ശ്രീ ബിനോയ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ബിനോയ്, ജനാധിപത്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് ഏതെങ്കിലും പ്രവർത്തകരോ ഏതെങ്കിലും കമ്മിറ്റിയോ ആരെങ്കിലും ആണോ? എന്ത് ജനാധിപത്യമാണ് ഇതിനകത്തുള്ളത്? ഈ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് ജനാധിപത്യം ഉള്ളത്? ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു, ഏതാനും നേതാക്കൾ കൂടിയിരുന്ന് തീരുമാനിക്കുന്നു. മറ്റു പാർട്ടികളിൽ അങ്ങനെയാണോ തെരഞ്ഞെടുക്കുന്നത്? CPM-ൽ എങ്ങനെയാണ് സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്? ആ കമ്മിറ്റി അംഗങ്ങളല്ലേ തെരഞ്ഞെടുക്കുന്നത്? ഇതുപോലെ ഏതെങ്കിലും കമ്മിറ്റി കൂടി ആ കമ്മിറ്റി തെരഞ്ഞെടുത്താണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ ജനാധിപത്യം എന്നൊക്കെ വിശാല അർത്ഥത്തിൽ പറയാം. അതിനപ്പുറം ഭാരവാഹി തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ ജനാധിപത്യം ഉണ്ടെന്ന് കണ്ടാൽ ആളുകൾ ചിരിക്കില്ലേ? അല്ല കിരണ, ചിരിക്കുന്നതിന് മുമ്പ് കിരൺ ആദ്യം കോൺഗ്രസ് എന്താന്ന് ഒരു 30 സെക്കൻഡ് ഞാൻ പറയുമ്പോൾ ഒന്ന് കേൾക്ക്. ആ വീഡിയോ മുറിക്കകത്ത് നിങ്ങളെ ചാനൽ റൂമിൽ നിന്നുള്ള പരിചയമല്ലേ ഉള്ളത്? ബിനോയ്, എനിക്ക് ചാനൽ റൂമിൽ നിന്നുള്ളതല്ല, എനിക്ക് എന്റെ പഠനകാലം മുതൽ ഈ പറയുന്ന പാർട്ടിക്കാരെയുമായിട്ടെല്ലാം എല്ലാ പാർട്ടിക്കാരുമായി നല്ല ബന്ധമുള്ളയും അങ്ങനെയൊക്കെ കടന്നു വന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ ചാനൽ റൂമിൽ വന്നിരുന്നൊന്നും ഈ ഇത് തുടങ്ങിയ ആളല്ല ഞാൻ. അങ്ങനെ ബിനോയ്ക്ക് അറിയാവുന്നത് പോലെ തന്നെ അറിയാവുന്ന ആള് തന്നെയാണ്. കിരൺ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി വന്നിട്ടുണ്ടോ? ഞാൻ എന്തിനാണ് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയിൽ വരുന്നത്? എനിക്ക് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി എങ്ങനെ പ്രവർത്തിക്കുന്നത് അറിയാൻ ഞാൻ ബൂത്ത് കമ്മിറ്റിയിൽ പ്രവർത്തിക്കേണ്ട കാര്യമുണ്ടോ? താങ്കൾ മണ്ഡലം കമ്മിറ്റി വന്നിട്ടുണ്ടോ? താങ്കൾ ബ്ലോക്ക് കമ്മിറ്റി വന്നിട്ടുണ്ടോ കോൺഗ്രസിന്റെ? ബിനോയ്, ഞാൻ ഒരു കമ്മിറ്റിയിലും കോൺഗ്രസിന്റെ വന്നിട്ടില്ല. അങ്ങനെ ഒരു കമ്മിറ്റിയിലും വരേണ്ട കാര്യമില്ല. ഇതെന്ന് തിരിച്ചറിയാൻ ഈ സമൂഹത്തിൽ തന്നെ ജീവിക്കുന്ന ആളാണ്, ഈ രാഷ്ട്രീയവുമായി അടുത്ത് ഇടപഴകുന്ന ആളാണ്. താങ്കളുടെ വാദം ഉന്നയിച്ചോളൂ. എന്റെ ഈ അറിയുമോ താങ്കൾക്ക് അറിയാത്ത ചാനൽ മുറിയിൽ ഇരുന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഈ രാഷ്ട്രീയക്കാരെയൊക്കെ കണ്ടും അവരെയൊക്കെ അടുത്ത് ഇടപെട്ടും ഒക്കെ തന്നെയാണ് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ളതും ജീവിക്കുന്നതും ഒക്കെ. കിരണെ അത് സമ്മതിച്ചോണ്ട് ഞാൻ പറയാം. കിരൺ ഞാൻ ചോദിക്കാം, കിരൺ അത് പിൻവലിക്കണം. ജനാധിപത്യ പാർട്ടിയല്ല, മതേതര പാർട്ടിയല്ല ശ്രീ ബിനോയ്, ഞാൻ പിൻവലിക്കാം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞെന്താണ്, കോൺഗ്രസിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിന് യാതൊരുവിധ ജനാധിപത്യവുമില്ല. കോൺഗ്രസിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ചില നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ചെടുക്കുകയാണ്. അവിടെ കമ്മിറ്റി അംഗങ്ങൾക്കോ കമ്മിറ്റിയുടെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലല്ല തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യ രീതിയിലല്ല കോൺഗ്രസിലെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ്. അത് അങ്ങനെ തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലും പിൻവലിക്കേണ്ട കാര്യമില്ല. അല്ലാതെ കോൺഗ്രസ് വിശാലാർത്ഥത്തിൽ ജനാധിപത്യ പാർട്ടി അല്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞു ഇല്ല, പറയാത്ത കാര്യം ബിനോയ് പറയരുത്. ഞാൻ പറഞ്ഞു വിശാലാർത്ഥത്തിൽ ജനാധിപത്യ പാർട്ടി തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ രീതിയിലല്ല, അതിന് യാതൊരു സംശയവുമില്ല. എവിടെയെങ്കിലും കോൺഗ്രസ് അങ്ങനെ തെരഞ്ഞെടുക്കുന്നുണ്ടോ? ഞാൻ അതിന് പറയും മറുപടി ജനാധിപത്യം. പക്ഷെ താങ്കൾ അത് ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ചോദിക്കാൻ പാടില്ല? ഇന്ത്യ ഉണ്ടാക്കിയ ഈ രാഷ്ട്രീയ ഇന്ത്യ ഉണ്ടാക്കിയ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതെല്ലാം സംബന്ധിച്ചു. കോൺഗ്രസിന്റെ പങ്കിനെ ഒന്നും ആരും നിഷേധിക്കുന്നൊന്നുമില്ല. എന്റെ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, കോൺഗ്രസ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ രീതിയിലാണോ? ശരി, ജനാധിപത്യ രീതിയിലാണോ എന്ന് താങ്കൾ 59 പേര് ജനറൽ സെക്രട്ടറിമാരായി.
ഈ 59 പേരിൽ താങ്കൾ അറിയാത്ത ആരെങ്കിലും ഒരാൾ ആ ലിസ്റ്റിലുണ്ടോ? ശ്രീ ബിനോയ്, അതൊന്നും അല്ല ചോദ്യം. ഈ 59 പേരെ തെരഞ്ഞെടുത്ത പ്രോസസ് എന്താണ്? എവിടെയാണ് അതിൽ ജനാധിപത്യം? ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഡിവിഷൻ സമ്മേളനം നടത്തി, മണ്ഡലം സമ്മേളനം നടത്തി, ബൂത്ത് സമ്മേളനം നടത്തി. താങ്കൾ ഇത് അറിഞ്ഞോ? ഇല്ല. ശ്രീ ബിനോയ്, അതൊന്നുമല്ല ചോദ്യം. ഇപ്പോഴെടുത്ത ഈ 59 ജനറൽ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തത് KPCC യോഗം ചേർന്ന് അവിടെ ആരൊക്കെ ജനറൽ സെക്രട്ടറിമാരാവണം എന്ന് തീരുമാനിച്ചെടുത്തല്ലോ, അല്ലെങ്കിൽ അവിടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തല്ലോ. ചില നേതാക്കന്മാർ കൂടിയിരുന്ന് അവരുടെ താല്പര്യമുള്ള ആളുകളെല്ലാം നിറച്ച്, അല്ലെങ്കിൽ അത് നല്ല രീതിയിലോ ചീത്ത രീതിയിലോ ഒക്കെ ആയിക്കോട്ടെ, എങ്ങനെയായാലും അതിൽ ജനാധിപത്യമൊന്നുമില്ല. ആ നേതാക്കളുടെ തീരുമാനം ഉണ്ട്, അത്രേ ഉള്ളൂ. അതിലെവിടെയാണ് ജനാധിപത്യം? ഞാനൊരു കാര്യം ഞാൻ പറയുന്നത്, എനിക്കൊരു അവസരം താങ്കൾക്ക് അവസരം വരുമ്പോൾ താങ്കൾ വേറെ വിഷയത്തിലേക്ക് പോകുക. എന്റെ ചോദ്യം ഈ ഒറ്റ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ 59 പേരെ തെരഞ്ഞെടുത്തത് ജനാധിപത്യ രീതിയിലാണെങ്കിൽ അത് വിശദീകരിക്കാം. എല്ലാ ജില്ലകളിലും നേതാക്കന്മാര് 10 നേതാക്കന്മാരെ 20 നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ് ഈ കേരളത്തിലെ പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയത്. അതിപ്പം ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും വരെ ആയോളൂ. നേരത്തെ വർക്കിംഗ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആ വർക്കിംഗ് പ്രസിഡന്റുമാരെ ഏത് അടിസ്ഥാനത്തിലെടുത്ത്? ഷാഫിയെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഷാഫി ഏത് അടിസ്ഥാനത്തിൽ വന്നയാളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതുപോലെ തന്നെ PC വിശ്വനാഥൻ. ഞാൻ ഏതെങ്കിലും നേതാക്കളുടെ യോഗ്യതയോ അല്ലെങ്കിൽ അവർ അയോഗ്യരാണെന്നോ അല്ല പറഞ്ഞത്. നിങ്ങൾ അതിന് ഉപയോഗിക്കുന്ന പ്രോസസ്, ആ പ്രോസസ് ജനാധിപത്യ രീതിയിലല്ല. ആണ് എന്ന് താങ്കൾക്ക് തെളിയിക്കാൻ എന്തെങ്കിലും കഴിയുമെങ്കിൽ അത് പറയുക. താങ്കൾ CPM BJP ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. താങ്കൾ സമയം കിട്ടിയില്ല എന്ന് പറയുകയും അതിനിടയിൽ CPMലേക്ക് നേതാക്കളുടെ യോഗ്യത ഒന്നുമില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ ഈ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് ജനാധിപത്യ രീതിയിലാണെങ്കിൽ ഞങ്ങളുടെ പ്രോസസ് ഇതാണ്, അതൊന്ന് വിവരിക്കൂ. താങ്കൾ കോൺഗ്രസ് പ്രവർത്തകനാണെങ്കിലും പറയൂ. ജനാധിപത്യ പ്രോസസ്സാണ്. AICCയിൽ ഇവരുടെ പേരുകൾ നിർദ്ദേശിക്കുകയും AICC ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി വെച്ച് ഇത് പരിശോധിക്കുകയും, അപ്പൊ താങ്കൾ കഴിയുന്നില്ല ഓരോ ബ്ലോക്കുകളിലും മണ്ഡലങ്ങളിലുള്ള നേതാക്കന്മാരോട്. ശരി ബിനോയ്, സമ്മതിച്ചു. താങ്കൾക്ക് അത് സമ്മതിക്കാൻ കഴിയില്ല. ഇതിൽ ഒരു ജനാധിപത്യ രീതിയുമില്ല. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റി കൂടി ആ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യം. ജനാധിപത്യത്തിന്റെ രീതി അങ്ങനെയാണല്ലോ. അല്ലാതെ ഞാൻ 5-6 പേരുടെ അഭിപ്രായം ചോദിച്ചു, അപ്പോൾ ആ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞു, അവിടെ നിന്ന് കുറച്ചുപേരെ ഉൾപ്പെടുത്തണം, ഇതിന് അതിന് ജനാധിപത്യം എന്ന് പറയരുത്. ഇത് ജനാധിപത്യം തന്നെ. നിങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി എങ്ങനെ വന്നു? BJP സംസ്ഥാന പ്രസിഡന്റ് എങ്ങനെ വന്നു? നിങ്ങൾ അതൊന്നും BJPയിലും CPMലും ഒക്കെ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ അവരുടേതായ രീതികളുണ്ട്. ഞാൻ അതിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്, കോൺഗ്രസിന്റെ രീതിയെ കുറിച്ചാണ്. താങ്കൾ അത് പറയും. നിങ്ങൾ കോൺഗ്രസിന്റെ ദേഹത്തോട്ട് കയറി വരും. ഇത് ചാഞ്ഞു കിടക്കുന്ന മരമല്ലേ? അതെന്തിനാ ചാഞ്ഞു കിടക്കുന്നത്? നിങ്ങൾക്ക് നൂന്നൂടെയോ? ഞങ്ങൾ നൂന്നല്ലേ നിൽക്കുന്നത്? നിങ്ങളല്ലേ ചാഞ്ഞു കിടക്കാൻ ആരെങ്കിലും പറഞ്ഞു? നിങ്ങൾ ചാഞ്ഞു കിടക്കുന്ന മരത്തിൽ കയറുന്ന നടക്കല്ലോ. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാൻ കിരണേ, ഇത് ജനാധിപത്യമാണ്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവ് ഈ ഇപ്പൊ വന്ന ഈ 59 പേരെ പ്രഖ്യാപിച്ചു, വൈസ് പ്രസിഡന്റ് ഏതെങ്കിലും ഒരു നേതാവ് ഒരു അവസരം ഉണ്ടായതായിട്ട് നിങ്ങൾ പറയാമോ? ശ്രീ ബിനോയ്, അതൊന്നുമല്ല ചോദ്യം. നിങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. നിങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്തു. ആരെ? നിങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ തെരഞ്ഞെടുത്തപ്പോൾ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്തു. വോട്ടെടുപ്പ് നടത്തി ഭൂരിപക്ഷം വോട്ട് കിട്ടിയ ആൾ ജയിച്ചു. അത് ജനാധിപത്യം. ഇപ്പോൾ ഇവിടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തൊന്നും ജനാധിപത്യ രീതിയിലല്ല. നേതാക്കൾ കൂടി ഇരുന്ന് ആലോചിച്ച് അവർക്ക് എല്ലാവരുടെയും വിഹിതം വെച്ച് അവരുടെ നേതാക്കളെടുത്തു. അത് നല്ല രീതിയിൽ. അവരാരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ജനാധിപത്യ രീതി അല്ല എന്നതിന് യാതൊരു സംശയവുമില്ല. ഞാൻ പറയട്ടെ കിരൺ. ഓക്കെ, കിരൺ അവിടെ തന്നെ വന്നു നിന്നു. കിരണ് കഴിഞ്ഞ 1 വർഷമായിട്ട് ഇതിന്റെ പ്രോസസ്സിംഗ് നടക്കിയ കിരൺ. അത് കിരൺ, ഞാൻ അതൊന്നും ജനാധിപത്യ പ്രോസസ് അല്ലല്ലോ ബിനോയ്. തന്നെ ജനാധിപത്യ പ്രോസസ് തന്നെ. ഞാനൊന്ന് പറയട്ടെ, പല രീതി ആ പ്രോസസ് ഒന്ന് ഞാൻ പറയുന്നത് കിരൺ ഒന്ന് കേൾക്കുക. ശരി ബിനോയ്, വേണ്ട. ബിനോയോട് എത്ര പറഞ്ഞാലും ബിനോയ് വിഷയത്തിലേക്ക് വരില്ല. അവിടെ ചർച്ച നടത്തി, ഇവിടെ ചർച്ച നടത്തി. അതൊന്നുമല്ല ജനാധിപത്യ പ്രോസസ്. ഇലക്ഷനാണ് ജയിക്കുന്നത്. ഇലക്ഷൻ 2 പേര് സ്ഥാനാർത്ഥിയാരെ മത്സരിക്കുന്നു, അതിൽ കൂടുതൽ വോട്ട് കിട്ടിയാൽ ജയിക്കും. ഞാൻ എല്ലാവരോടും ചോദിച്ചിരുന്നു, എല്ലാവരോടും ചർച്ച ചെയ്തു എന്ന് പറയുന്നതല്ല ജനാധിപത്യം. അതിന് ജനാധിപത്യം എന്നല്ല പറയുന്നത്, സമവായം എന്നാണ് അതിന് പറയുന്നത്. പിണറായി വിജയൻ പ്രഖ്യാപിച്ചാണ് ഗോവിന്ദൻ മാഷ് ഒറ്റ ദിവസം ഗോവിന്ദൻ മാഷെ പിണറായി വിജയൻ പ്രഖ്യാപിച്ചാലും ആര് പ്രഖ്യാപിച്ചാലും CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഏതംഗത്തിനും മറിച്ച് അഭിപ്രായം പറയാനുള്ള അഭിപ്രായമുണ്ട്. അവർക്ക് വോട്ടിങ്ങിന് അവകാശപ്പെടാനുള്ള രീതിയുണ്ട്. CPMൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കുന്നത്. അവർക്ക് ചോദിക്കാം, ഒരാളുടെ അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തിന് ബദലായ ഒരാൾ എത്രയോ തവണ വോട്ടിംഗ് നടന്നിരിക്കുന്നു. അവിടെ വോട്ടിംഗ് നടന്ന് വെച്ച പേരുകൾ മാറി വേറെ ആളുകൾ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുണ്ട്. അതൊക്കെ ആയിട്ടുണ്ട്. എന്റെ പൊന്നെ, താങ്കളൊന്ന് ആ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്ന ശരി, താങ്കൾ വേറെ പാർട്ടി ഓരോന്നിന്റെ വിശദീകരിക്കാൻ സമയമില്ല. ശരി, ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ജംബോ ഭാരവാഹി പട്ടിക വന്നിരിക്കുന്നു. അത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു സമവായ പട്ടികയൊക്കെ കൂടിയാണ്. അങ്ങനെ ഒരു പട്ടിക വെക്കുന്നത് ഈ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ?
നമസ്കാരം കിരൺ. നമസ്കാരം. കിരൺ, ഇതൊരു ജനാധിപത്യ പാർട്ടി തന്നെയാണ്. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. മറ്റുള്ള പാർട്ടിയെ പോലെ അല്ല. ഒരാളിനെ സെക്രട്ടറി ആണെന്നും പറഞ്ഞു വിട്ട് അയാൾ സെക്രട്ടറി ആവുന്ന പ്രോസസ് അല്ല കോൺഗ്രസിലുള്ളത്. അത് ആദ്യം കിരൺ മനസ്സിലാക്കണം. പിന്നെ കിരൺ പറയുന്ന കേട്ട് CPM-ന്റെ അത്രയും മെമ്പർഷിപ്പ് ഇല്ലെന്ന് കോൺഗ്രസിന്. അത് എവിടുന്ന് കിട്ടിയ അറിവാ കിരണിന്? ശ്രീമതി ജയ, ഞാൻ രണ്ട് കാര്യം പറയാം. ഒന്ന്, കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. കോൺഗ്രസിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ രീതിയിലല്ല എന്നാണ് പറഞ്ഞത്. കേൾക്കൂ. രണ്ട്, CPM-ന്റെ അത്ര മെമ്പർഷിപ്പ് കോൺഗ്രസിനില്ല. CPM-ന്റെ മെമ്പർഷിപ്പ് രീതിയും കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് രീതിയും രണ്ടും രണ്ടാണ്. മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിലല്ല പാർട്ടി വലുതാണോ ചെറുതാണോ എന്ന് തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിയുടെയും ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ എത്ര വോട്ട് കിട്ടി, അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന പാർട്ടിയാണ് ആ പാർട്ടിയാണ് ആ സംസ്ഥാനത്തെ ഒന്നാമത്തെ പാർട്ടി. കേരളത്തിലെ ഇപ്പോഴത്തെ ഒന്നാമത്തെ പാർട്ടി CPM ആണ്. അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. താങ്കൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലടക്കം കൃത്യമായി പരിശോധിക്കാം. കേരളത്തിലെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ പിന്നെ CPM ഒന്നാമത്തെ പാർട്ടി എന്ന് പറയാൻ ഞാൻ എന്താ അങ്ങനെ വേണേലും കൂട്ടാം. അപ്പം ഇത് തൃപ്തിപ്പെടുത്തലൊന്നും അല്ല. ഇത് അവരവരുടെ പാർട്ടിയുടെ കാര്യം അവരവരാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസിന്റെ പാർട്ടിയുടെ കാര്യം അവരുടെ നേതാക്കന്മാർ തീരുമാനിച്ച് ജംബോ സർക്കസോ ജംബോ ലിസ്റ്റെന്നോ എന്ത് പറഞ്ഞാലും കോൺഗ്രസുകാർക്ക് നെവർ മൈൻഡ് ആണ്. എല്ലാ അഭിപ്രായം എല്ലാരും പറഞ്ഞോട്ടെ, ഞങ്ങളത് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, താങ്കൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജംബോ പട്ടിക വരുന്നത്, ഇത്രയധികം ഭാരവാഹികൾ വരുന്നത് ഈ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ അതോ ആ പാർട്ടിക്ക് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സർക്കസ് മാത്രമാണോ അത്? പാർട്ടിക്ക് ഇത് ഗുണം ചെയ്യും. കാരണം ഇത്രയും അഴിമതി നടക്കുന്ന പിണറായി വിജയന്റെ കാലത്തുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളൊക്കെ ഇത് പ്രചരണമാക്കുവാൻ നാനാഭാഗത്തും ആൾക്കാർ വേണം. അപ്പൊ അതുകൊണ്ട് ഈ ആൾക്കാർ ഇതിൽ ഒരു തെറ്റില്ല. കാരണം ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെയല്ല. പിണറായി വിജയനൊക്കെ മീറ്റിംഗ് വിളിച്ചില്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ ആളെ മാത്രമേ ഇരിക്കുള്ളൂ, വേറൊരാളെടുക്കില്ല. എവിടെയും കേട്ടില്ല. നിയമസഭ തെരഞ്ഞെടുപ്പ് വന്നാലും ശ്രീനിവാസൻ, മറ്റ് CPM-ന്റെ അവിടെ അവർ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിന് ആ പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുസരിച്ച് ആണ് അവർ പാർട്ടി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്. ആ പാർട്ടി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ ആ പാർട്ടിയുടെ ഏത് കമ്മിറ്റിയാണോ ആ കമ്മിറ്റിയിൽ എല്ലാവർക്കും ആളുകളെ നിർദ്ദേശിക്കാനും അവരുടെ വോട്ടിംഗ് ആവശ്യപ്പെടാനും ഒക്കെ അവകാശമുണ്ട്. ആ രീതിയിലാണ് ആ പാർട്ടി മുന്നോട്ട് പോകുന്നത്. എല്ലാ കാലത്തും വോട്ടിംഗ് നടക്കണം എന്നൊന്നുമില്ല. വോട്ടിംഗ് ഇല്ല. പിണറായി വിജയൻ പറഞ്ഞ ആള് മാത്രം, വേറെ ഒരാള് ഒരു അഭിപ്രായം. അതെങ്ങനെയാണ് ശ്രീനിവാസൻ അങ്ങനെ പറയുന്നത്? ഈ പാർട്ടിയിൽ ഈ അടുത്ത കാലം വരെയും CPM-ൽ അടുത്ത കാലം വരെയും രണ്ട് പക്ഷമുണ്ടോ എന്നും ആ രണ്ട് പക്ഷത്തായി ആളുകൾ നിരന്നു എന്നൊക്കെ എത്രയേറെ വാർത്തകൾ വന്നു, എത്രയേറെ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. പാർട്ടി എല്ലാ കാലത്തും ചില കാലത്ത് അങ്ങനെയൊക്കെ പുറത്തു വരും, ചിലത് പുറത്തു വരില്ല. അങ്ങനെ പാർട്ടിയിൽ പക്ഷെ ജനാധിപത്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയുന്നത് തന്നെ എല്ലാവരും അനുസരിച്ചു കൊള്ളണം. അങ്ങനെ ഒരു വ്യവസ്ഥ താങ്കൾ എങ്ങനെയാണ് പറയുന്നത്? അതെ ഞാൻ പറഞ്ഞത്, ഏത് കമ്മിറ്റിയിൽ ഏത് നിയമസഭ തെരഞ്ഞെടുപ്പിലോ എന്ത് തെരഞ്ഞെടുപ്പ് വന്നാലും മുഖ്യമന്ത്രി പറഞ്ഞ അതിന്റെ അപ്പുറത്ത് വേറെ ഒരാള് ഏറ്റുന്ന ഒരു കാര്യം പറയില്ല. അതല്ല കോൺഗ്രസ് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നത്. ഇത് മറ്റേ പാർട്ടികളുടെ പോലെ ഒറ്റയ്ക്ക് ഒരാൾ പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് ഒരാളില്ല. അതൊരു ഏകാധിപത്യമാണ്. അതൊക്കെ മനസ്സിലായിട്ടില്ല. അതിപ്പോ ശ്രീനിവാസൻ, ഒരു പാർട്ടിക്ക് ഓരോ പാർട്ടിക്ക് അതിൻ്റെതായ രീതിയില്ലേ? അവിടെ കൃത്യമായി സമ്മേളനങ്ങൾ നടത്തി ആ സമ്മേളനങ്ങളിൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത് ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് പോകുന്ന ഒരു പാർട്ടിക്ക് ഏകാധിപത്യമാണ് എന്നങ്ങനെയാണ് പറയുന്നത്. ഒരാൾ പറഞ്ഞാൽ കേരളം മുഴുവൻ എല്ലാ കമ്മിറ്റിക്കാരും അത് കേട്ടുകൊള്ളൂ, അങ്ങനെയാണോ? തെരഞ്ഞെടുപ്പ് വെക്കാത്ത കാരണം തെരഞ്ഞെടുപ്പ് വെച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് എത്രയോ തവണ വന്നിരിക്കുന്നു ശ്രീനിവാസൻ. താങ്കൾക്ക് എന്തായാലും ഒരു എത്ര വയസ്സുണ്ട്? അടുത്ത എത്രയാണ്? 60. എന്റെ അറിവ് അങ്ങനത്തെ തെരഞ്ഞെടുപ്പോട് കൂടി അവിടെ തെരഞ്ഞെടുപ്പ് വന്നതിന്റെ ഒരു അറിവില്ല. എന്തായാലും താങ്കള് കഴിഞ്ഞ ഒരു 30 വർഷത്തെങ്കിലും മിനിമം എന്റെ പരിചയത്തിൽ തന്നെ എത്രയോ തവണ CPM-ന്റെ സമ്മേളനങ്ങളിൽ CPM-ന്റെ കമ്മിറ്റികളിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പിനുള്ള ഭരണഘടനാപരമായ ഓപ്ഷൻ ഉണ്ട്.
തെരഞ്ഞെടുപ്പ് നടത്താം. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടുന്നവർ ജയിക്കും, അതിൽ വോട്ട് കുറച്ച് കിട്ടുന്നവർ പരാജയപ്പെടും. അങ്ങനെ കമ്മിറ്റി അംഗങ്ങളെ പോലും അങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതിനുള്ള അവകാശമുണ്ട്. ആ അവകാശം എത്രയോ തവണ വിനിയോഗിച്ചിട്ടുണ്ട്. എല്ലാവർക്കും യോജിക്കുന്ന പേരുകളാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വരില്ല, അങ്ങനെ വിയോജിക്കുന്ന പേരുകൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വരും. അതാണ് ജനാധിപത്യ രീതി. ഇതുവരെ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് എങ്ങനെയാണ് ശ്രീനിവാസൻ പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞത് അതാ കിരൺ സാറേ, ജനാധിപത്യത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് നടത്തണം. ശ്രീനിവാസൻ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അവിടെ ഞാനിപ്പോ ഒരു പാർട്ടിയെ അനുകൂലിച്ച് പറയുകയാണ് താങ്കൾ തോന്നാം. CPM അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്, അവർ ആ രീതിയിലാണ് സമ്മേളനം നടത്തുന്നത്. ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പോകുന്നില്ലേ, അതൊക്കെ തെരഞ്ഞെടുപ്പോട് കൂടിയാണ്. അല്ല, അതേ സംഭവിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ അധ്യക്ഷനെ തെരഞ്ഞെടുത്തത്, അവിടെ അധ്യക്ഷനായി വന്നത് എങ്ങനെയാണ്? മല്ലികാർജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പിലൂടെയാണ് വന്നത്. അത് ജനാധിപത്യ രീതിയിൽ തന്നെയാണ് വന്നത്, അതിൽ സംശയമില്ല. പക്ഷേ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത് ജനാധിപത്യ രീതിയിലല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് അപ്പുറത്തില്ല, BJPയിലും ഇല്ല. ഇപ്പൊ ശരി, ഓക്കെ. എന്തായാലും താങ്കൾ അത് ഏത് തരത്തിലെ ജനാധിപത്യമാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേള ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. KPCCക്ക് ജംബോ ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചത് സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ അനിൽകുമാറാണ് പൊന്നാനിയിൽ നിന്നും. ശ്രീ അനിൽകുമാർ, താങ്കൾ എങ്ങനെയാണ് KPCCയുടെ ഈ ജംബോ ഭാരവാഹി പട്ടികയെ വിലയിരുത്തുന്നത്? അല്ല, നമ്മള് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അവരുടെ നേതാക്കളെ നിശ്ചയിക്കല് അത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതാണ് അവരുടെ ഒരു മെയ്വഴക്കം. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കതിൽ വലിയ ആശങ്കയൊന്നുമില്ല. ഞാനൊരു ലെഫ്റ്റ് പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോ ഒരു അവസാനത്തെ അണയാൻ പോകുന്ന ദീപം അവസാനത്തെ ആളിക്കത്തെന്ന് പറയില്ല, അങ്ങനെ ഒരു ആളിക്കത്തൽ മാത്രം അത് കാണുന്നത്. ഇത് വല്ലാത്ത പ്രതിസന്ധികളിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോ ഈ NSSന്റെ ഒരു സമദൂരം വിട്ട് ഒരു ഭാഗത്തേക്ക് ചായുന്ന ഒരു പിന്നെ SNDP ആ ഒരു നിലപാടിലേക്ക് വരുന്നുണ്ട്. ശബരിമല പിന്നെ രണ്ടാമതൊന്ന് കത്തിക്കാൻ ശ്രമിച്ച് അത് വേണ്ടത്ര അനിൽകുമാർ, SNDPയും NSSന്റെ ഒക്കെ നേതാക്കൾ പറയുന്ന അനുസരിച്ചാണോ കേരളത്തിലെ രാഷ്ട്രീയ വിജയമൊക്കെ തീരുമാനിക്കുന്നത്? അതൊരു ഇടതുപക്ഷക്കാരനായ താങ്കൾ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് വിജയിക്കുമെന്നൊക്കെ പറയുന്നത് ഇച്ചിരി കടന്ന കൈയാണ്. ഈ ജാതി സമവാക്യങ്ങളാണ് ഈ വലതുപക്ഷത്തിനെ നിലനിർത്തുന്നത്. അത് ആ ജാതി സമവാക്യം തന്നെ ഇടതുപക്ഷത്തെ ജയിപ്പിക്കുമെന്നൊക്കെ താങ്കൾ പറയുന്നത് ഇത്തിരി കടന്ന കൈയല്ലേ? അല്ല, ഞാൻ അത് പക്ഷെ ഇവരുടെയൊക്കെ വോട്ട് ബാങ്ക്, ഇവരുടെയൊക്കെ കയ്യിൽ വോട്ടർമാരും വോട്ട് ബാങ്കും. ഇവരൊക്കെ പറഞ്ഞാൽ വോട്ട് ചെയ്യും ആ ജാതിയിലും മതത്തിലും ഒക്കെ പെട്ട ആളുകളെല്ലാം. അതെ, അവരൊക്കെ പറഞ്ഞാൽ വോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ കേരളത്തിൽ ഈ പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അത് അങ്ങനെ ആ സമയത്ത് അവര് ലൂസ് ചെയ്യുന്നുണ്ട്. അവര് അനിൽകുമാർ പറഞ്ഞത് അവരൊക്കെ അനുകൂലമാണെന്നല്ലേ പറഞ്ഞത്? എങ്ങനെയായിരുന്നു 2016 ഈ സർക്കാർ മത്സരിക്കുമ്പോൾ SNDPയുടെയും NSSന്റെയും ഒക്കെ സ്റ്റാൻഡ് എന്തായിരുന്നു താങ്കൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഒരു അബണ്ടൻ സ്റ്റാൻഡ് മറ്റൊരു പൂർണ്ണമായും. എന്നിട്ട് ആരാണ് ജയിച്ചത്? അപ്പൊ എങ്ങനെയാണ് പിന്നെ ഈ പറയുന്ന ആളുകളൊക്കെ അനുകൂലിക്കുന്നവരാണ് ജയിച്ചിരുന്നതെങ്കിൽ കേരളത്തിൽ ഇത്രയും കാലമുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് എന്ന് അധികാരത്തിൽ വരാൻ കഴിയുമായിരുന്നു? അത് നമ്മള് കാണുന്നതല്ല. ഇപ്പോ പതിവൊന്ന് വ്യത്യസ്തമായി എല്ലാ കാലത്തും വലതുപക്ഷത്തോടൊപ്പം അല്ലെങ്കിൽ UDFനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രബല വിഭാഗം കൂടെ ഇടതുപക്ഷത്തിനെ സഹായിക്കുന്ന നിലവാരത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയ പിന്നെ കാഴ്ചപ്പാടിലൊക്കെ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. അനിൽകുമാർ, അതിന് ഈ ജാതിമത നേതാക്കളെ അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവരുടെയൊക്കെ അഭിപ്രായം പറയുന്നത് എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. അത് മാനിച്ചുകൊണ്ട് ആ വിഭാഗത്തിന്റെ എല്ലാം വോട്ട് കിട്ടുമെന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ചോദിച്ചത്. അവർ പറഞ്ഞ അനുസരിച്ചായിരുന്നു വോട്ട് ചെയ്തിരുന്നെങ്കിൽ, ആ വിഭാഗങ്ങളൊക്കെ വോട്ട് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൽ ഈ ഇടത് സർക്കാർ വരില്ലായിരുന്നല്ലോ. അതല്ല, ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടി ഈ ഒരു ഇതിന്റെ ഒരു സൗജന്യത്തിലാണ് ആ രാഷ്ട്രീയ പാർട്ടി ജാതി മത വിഭാഗങ്ങളുടെ ഒരു ഇടതുപക്ഷക്കാരനായി നിന്ന് അത് പറയുമ്പോൾ എനിക്കൊരു കൗതുകം തോന്നുന്നുണ്ട്. അതിന്റെ പറച്ചിലിൽ ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഒരു CPM പ്രവർത്തനമൊക്കെ കൂടിയായ താങ്കൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെ ഒരു ജംബോ കമ്മിറ്റി ഒക്കെ വെക്കുന്നു, അവർ ഭാരവാഹികളുടെ എണ്ണത്തിലൊക്കെ വലിയ പെരുക്കത്തിൽ വെക്കുന്നു. അങ്ങനെ ഒരു നീക്കം കൂടുതൽ പേരെ ഉൾക്കൊള്ളാൻ ആണ് എന്നുള്ളതാണ് ആ പാർട്ടിയുടെ നിലപാട്. അത് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? നമസ്കാരം. കോൺഗ്രസിന്റെ DNA എടുത്താല് കോൺഗ്രസ് എന്നാ ഇങ്ങനെ അല്ലാതിരുന്നത്? കോൺഗ്രസ് എന്നും ഇങ്ങനെയായിരുന്നു. അതായത് കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്
കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു സഞ്ജീവ് റെഡ്ഡി പറഞ്ഞിട്ട്. ആ സമയം ഔദ്യോഗിക സ്ഥാനാർത്ഥി സഞ്ജീവ് റെഡ്ഡി. ഇന്ദിരാഗാന്ധി സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തി. ആരെ? വി വി ഗിരിയെ. അന്ന് സംഭവിച്ചറിയാമല്ലോ. വി വി ഗിരി ജയിച്ചു, സഞ്ജീവ് റെഡ്ഡി തോറ്റ്. അന്ന് മുതൽ ഈ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. കോൺഗ്രസിന്റെ രക്തത്തിൽ ഇങ്ങനെയേ ഉള്ളൂ, മറിച്ചൊരു രക്തമില്ല കോൺഗ്രസിന്. അത് കാലം കഴിയുന്തോറും കൂടുതൽ രൂക്ഷമാകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാരവാഹി പട്ടികയിൽ സ്ഥലം കിട്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ക്ഷമ പറഞ്ഞിട്ട് ഒരു വനിത കുറെ ശബ്ദം വയ്ക്കുന്നുണ്ടായിരുന്നു. എന്തിനു പറയുന്നു? നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ തലതൊട്ട കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മോന് തെരുവിൽ കടന്ന് കരയേണ്ടി വന്നില്ലേ? ഏതെല്ലാം ചാനലിൽ കണ്ടു. ഇതുമായി ബന്ധപ്പെട്ടല്ല ശ്രീകൃഷ്ണൻകുട്ടി പറഞ്ഞത്, അത് അതിന് മുമ്പാണ് പറഞ്ഞത്. ഇവര്, ഞാൻ പറഞ്ഞത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇവരെങ്ങനെയാണ് ഈ പരസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് പാർട്ടിക്ക് അവർക്ക് വരുന്ന ക്ഷീണങ്ങളെ പറ്റി താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ആ പാർട്ടിയുടെ രീതി അങ്ങനെയാണ്. നമുക്ക് സമയം കുറവായത്. ആ രീതി അങ്ങനെ കഴിയുമ്പോഴേക്ക് നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ജയകുമാർ, താങ്കൾക്ക് വേഗത്തിൽ പറയാം. സാറേ, രണ്ട് കാര്യത്തിൽ ഇത് പിൻവലിച്ചേ പറ്റുള്ളൂ. രണ്ട് കാര്യം താങ്കൾ പറഞ്ഞ പിൻവലിച്ചേ പറ്റൂ. പറഞ്ഞോളൂ. കാരണം എന്താണെന്ന് വെച്ചാല്, ആദ്യം പറഞ്ഞത് കേരളത്തില് കോൺഗ്രസിനെക്കാളും വലിയ പാർട്ടിയാണ് CPM എന്ന് താങ്കൾ പറഞ്ഞു. രണ്ടാമത്തെ വിശദീകരിച്ച കാര്യം പറയാം. ഇതിനു മുമ്പ് കോൺഗ്രസ് ഇതിനെക്കാളും സീറ്റ് നേടിയിട്ടുണ്ട്. അന്നേരം കോൺഗ്രസ് വലിയ പാർട്ടി ആയിരുന്നു. അല്ല, അത് വീടെടുത്തുള്ളത്. രണ്ടാമത്തെ പ്രാവശ്യം കാര്യം പറയാം. താങ്കൾ പറഞ്ഞ് കോൺഗ്രസിൽ ജനാധിപത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചിരിക്കുമെന്നാണ് താങ്കൾ പറഞ്ഞത്. ഇതേ ഡയലോഗ് പറഞ്ഞത്. ഇതേ ഡയലോഗ് കേട്ടു നോക്കുക. ഇതേ താങ്കൾ ആവർത്തിച്ച് കേട്ടു നോക്കൂ. ഒരിക്കൽ കൂടി പറയുന്നു, കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി അല്ല എന്നല്ല പറഞ്ഞത്. കോൺഗ്രസിൽ ഇപ്പോൾ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത രീതി, ആ രീതി ജനാധിപത്യ പ്രോസസ് അല്ല എന്നാണ് പറഞ്ഞത്. അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് കിടപ്പുണ്ട്. കോൺഗ്രസ് ജനാധിപത്യ. ശരി, അത് താങ്കൾ അങ്ങനെ ഒന്ന് കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി അല്ലെന്ന് പറഞ്ഞൊന്ന് വെട്ടി എനിക്ക് അയച്ചു തന്നൂ. ശരി, ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് വളരെ വേഗത്തിൽ പറയാൻ നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ഹലോ, കണ്ണൻ പറഞ്ഞോളൂ. സാറേ, സാറിന് ആ ചാനൽ റൂമിലാണോ പ്രസവിച്ചിട്ടത്? എന്ത് പറ്റി, പറഞ്ഞോളൂ താങ്കൾ. അല്ല, നേരത്തെ വന്ന ബിനോയ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അറിവ് നേടിയ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. സാറിന് അഭിപ്രായത്തിന്റെ ജനാധിപത്യ സംവാദത്തിന്റെ തലത്തിൽ അതിനെ കാണാൻ വ്യക്തിപരമായി കാണേണ്ടതില്ല. അദ്ദേഹത്തിന് ഭയങ്കര ഇപ്പൊ ലോകത്തിലെ ഏറ്റവും മണ്ടനായ ട്രംപിനെ പോലെയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ. ശരി, ശ്രീകണ്ഠൻ, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും കോൺഗ്രസിന്റെ ജംബോ പട്ടികയെ സംബന്ധിച്ച് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചവരും അതല്ല ആ പാർട്ടിയുടെ രീതി അങ്ങനെയൊക്കെയാണ്, അതല്ല അത് ആ പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ജനാധിപത്യ പ്രോസസ്സ് സംബന്ധിച്ചാണ് ഒരു തർക്കം ഉണ്ടായത്. ആ തർക്കം ഉണ്ടായപ്പോൾ തന്നെ വളരെ കൃത്യമായി തന്നെ എന്താണ് പറഞ്ഞതെന്ന് ആവർത്തിച്ച് ഒന്നിലേറെ തവണ പറഞ്ഞതാണ്. എന്നിട്ടും ചിലർ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് വ്യാഖ്യാനിക്കുന്നു. ഇനിയും ആർക്കും ഇത് കാണാം. ഈ യൂട്യൂബിലടക്കം ഇതിൻ്റെ ലിങ്ക് അടക്കം ലഭ്യമാണ്, അത് പരിശോധിക്കാം. എന്തായാലും ആ അഭിപ്രായം പറഞ്ഞത് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും നമുക്ക് നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.